റിപ്പബ്ലിക് ദിന പരേഡിന് 15 സംസ്ഥാനങ്ങളുടെ ഫ്ലോട്ടുകൾക്ക് ഇക്കുറി കേന്ദ്രം അവതരണാനുമതി നൽകി. ഉത്തർപ്രദേശ്, ഗുജറാത്ത്, ബീഹാർ, പഞ്ചാബ്, പശ്ചിമബംഗാൾ, ത്രിപുര, ഹരിയാന തുടങ്ങിയ സംസ്ഥാനങ്ങൾക്കും ചണ്ഡീഗഡ്, ദാദ്ര ആൻഡ് നാഗർ ഹവേലി അടക്കം കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കുമാണ് അനുമതി. തെക്കേ ഇന്ത്യയിൽ നിന്ന് ആന്ധ്രയും കർണാടകയും ഗോവയും പട്ടികയിലുണ്ട്. കേരളം ഇത്തവണ നിർദ്ദേശം സമർപ്പിച്ചിരുന്നില്ല. 2023 നാരിശക്തി പ്രമേയമാക്കിയ ഫ്ലോട്ടാണ് ഏറ്റവും ഒടുവിലായി കേരളം അവതരിപ്പിച്ചത്. അതേസമയം ദില്ലി സർക്കാർ നിർദ്ദേശിച്ച നിശ്ചല ദൃശ്യങ്ങളുടെ നിർദ്ദേശം കേന്ദ്ര സർക്കാർ തള്ളി. ദില്ലിയിലെ ജനങ്ങളോടുള്ള കേന്ദ്ര സർക്കാരിന്റെ ദേഷ്യമാണ് അനുമതി നൽകാത്തതിന് പിന്നിലെന്ന് മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ പ്രതികരിച്ചു. ദില്ലിയിലെ കർത്തവ്യ പഥിലാണ് വർണ്ണാഭമായ റിപ്പബ്ലിക് ദിന പരേഡ് നടക്കുക. സാധാരണ 15 മുതൽ 18 വരെ ഫ്ലോട്ടുകൾക്കാണ് അനുമതി നൽകാറുള്ളത്. ഇത്തവണ 15-ൽ തന്നെ നിലനിർത്തുകയാണ് ചെയ്തത്. 2023 നാരിശക്തി പ്രമേയമാക്കിയ ഫ്ലോട്ടിൽ അംഗത്വം നേടുക വഴി കേരളത്തിന് ഇനി 2026-ലാണ് പ്രാതിനിധ്യം ലഭിക്കുക. ടേൺ അനുസരിച്ചാണ് റിപ്പബ്ലിക് ദിന പരേഡിന്റെ ഫ്ലോട്ടിൽ സംസ്ഥാനങ്ങൾക്ക് പങ്കെടുക്കാനാവുക. നാഷണൽ ഡെസ്ക്, സീ മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.